ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് NRI അക്കൗണ്ടിനെ കുറിച്ചാണ്. അതായത് നമ്മൾ വിദേശത്ത് ജോലിക്ക് പോകുന്നവരോ അതുപോലെ തന്നെ പഠിക്കാൻ പോകുന്നവർ അങ്ങനെയുള്ളവരെല്ലാം യൂസ് ചെയ്യേണ്ട ഒരു അക്കൗണ്ടാണ് NRI അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ വിദേശത്ത് ഒരു 182 ദിവസങ്ങൾക്ക് മുകളിൽ നമ്മൾ വിദേശത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും കീപ്പ് ചെയ്യേണ്ട ഒരു അക്കൗണ്ട് കൂടിയാണ് ഈ NRI അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ NRI അക്കൗണ്ട് എന്ന് പറയുന്നത് മൂന്നായിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് NRI അക്കൗണ്ട്, അതായത് നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്. അതായത് ഈ അക്കൗണ്ടാണ് നോർമലായിട്ട്, അതായത് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവർ നോർമലായിട്ട് യൂസ് ചെയ്യേണ്ട അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ NRI അക്കൗണ്ടാണ്. ഈ അക്കൗണ്ടിൽ നമുക്ക് നോർമലായിട്ട് തന്നെ നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇടുമല്ലോ, അതുപോലെ തന്നെ നമുക്ക് ഈ NRI അക്കൗണ്ടിൽ നമുക്ക് പേയ്മെൻറ്റ് ഇടാനായിട്ട് പറ്റും. അതായത് വിദേശത്തുള്ള പണം നമ്മുടെ നാട്ടിലോട്ട് ഈ NRI അക്കൗണ്ട് മുഖേന നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ല, നമുക്ക് ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഈ അക്കൗണ്ടിലോട്ട് പൈസ ഇടാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ മണി നമുക്ക് ഈ NRI അക്കൗണ്ടിൽ നിക്ഷേപിക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ഫോറിൻ കറൻസികൾ മാത്രമേ നമുക്ക് ഈ NRI അക്കൗണ്ടിൽ നിക്ഷേപിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് NRO അക്കൗണ്ട്. NRO അക്കൗണ്ട് എന്ന് പറയുന്നത് നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ട്. അതായത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് വന്നാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, പക്ഷേ നമുക്ക് ഇന്ത്യയിലും നമുക്ക് കുറേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട് എന്ന് പറയുന്നത് NRO അക്കൗണ്ടാണ്. അതായത് NRO അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ മണി നമുക്ക് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ വിദേശത്ത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്യാഷ് നമുക്ക് NRO അക്കൗണ്ടിൽ ഇടാനായിട്ട് പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്ത് വിഡ്രോ ചെയ്യുന്നത് ഇന്ത്യൻ മണി മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷിന് നമുക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് NRO അക്കൗണ്ടിൻ്റെ സ്പെഷ്യാലിറ്റി. മൂന്നെന്ന് പറയുന്നത് FCNR, അതായത് ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് അക്കൗണ്ട്. ഈ അക്കൗണ്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വിദേശത്ത് സമ്പാദിക്കുന്ന പണം വിദേശത്ത് തന്നെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഈ FCNR എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് വിദേശത്തൊക്കെ പോയി സെറ്റിലായിട്ടുള്ള ആൾക്കാരാണ്. ഏതായാലും ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ അങ്ങ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ FCNR, അതായത് ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് അക്കൗണ്ടിനെ കുറിച്ചും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.